ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരു ഏറ്റവും മികച്ച ഒരു പ്ലാൻ എന്ന് പറയാവുന്ന സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോളിസി എടുത്തു വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ പോളിസിയെക്കുറിച്ച് നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാം. എൻ്റെ പേര് ജിൽസൺ ജോർജ്, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം പോളിസിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം നോക്കും. അതിനുശേഷം ഈ പോളിസി എന്തുകൊണ്ട് എടുക്കണം എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. ആദ്യമായി ഈ ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതലുള്ള ആളുകൾക്ക് 75 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ അതിൽ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാവുന്ന പ്രായം എന്ന് പറയുന്നത് 16 ദിവസം മുതൽ 17 വയസ്സ് വരെയാണ് കുട്ടികളെ ഫ്ലോട്ടർ പോളിസിയിൽ ആഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. ഈ പോളിസി ഫാമിലി ഫ്ലോട്ടറായും ഇൻഡിവിജ്വലായും കൊടുക്കാവുന്നതാണ്. ഇൻഡിവിജ്വൽ പോളിസിയിൽ കുട്ടികളാണെങ്കിൽ 91 ഡേയ്സ് മുതലും അഡൽസിനാണെങ്കിൽ 18 വയസ്സ് മുതലും ഈ പോളിസി ഇഷ്യൂ ചെയ്യാവുന്നതാണ്. 75 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത്. ഇതിൻ്റെ സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 5 ലക്ഷം, 10 ലക്ഷം, 15, 20, 25, 50, 75, 1 കോടി, 2 കോടി എന്നീ സം അഷ്യൂർഡിൽ ഈ പോളിസി ലഭ്യമാണ്. ഇതിലെ പോളിസി ടേം 1 വർഷം, 2 വർഷം, 3 വർഷം, ഇങ്ങനെ 3 വർഷത്തേക്ക് വരെ നമുക്ക് ഈ പോളിസി ഒന്നിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നതിന് പ്രീ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും തന്നെ ആവശ്യമില്ല. ഹെൽത്ത് കണ്ടീഷൻ എന്തെങ്കിലും നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് കമ്പനി ആവശ്യപ്പെടുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിന് ഹെൽത്ത് ചെക്കപ്പ് വേണ്ട. അതുപോലെ ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി ഈ പോളിസിയിൽ ലഭ്യമാണ്. അതുപോലെ ന്യൂ ബോൺ ബേബി, അതുപോലെ ന്യൂലി വെഡഡ് സ്പൗസ്, ഇതിനെ നമുക്കിതിലേക്ക് ഇവരെ പോളിസിയിലേക്ക് മിഡ് ടൈമിൽ വെച്ച് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ പോളിസിയിൽ ലഭ്യമാണ്. നമുക്ക് ഈ പോളിസിയിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഈ പോളിസിയിൽ റൂം റെൻറ്റ് നമുക്ക് കിട്ടുന്നത് 5 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ സം അഷ്യൂർഡിൻ്റെ 1%, അതായത് നമുക്ക് 5000 രൂപ വരെ ഡെയിലി റൂം റെൻ്റാണ് നമുക്ക് കിട്ടുക. അത് നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെയാണ്. 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ നമുക്ക് എനി റൂമാണ് എക്സെപ്റ്റ് സ്യൂട്ട് റൂമാണ് പറയുന്നത്. സ്യൂട്ട് റൂമിന് താഴെയുള്ള ഏത് റൂമും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് 10 ലക്ഷം മുതലുള്ള പോളിസികളിൽ ലഭ്യമാണ്. 50 ലക്ഷം സം അഷ്യൂർഡ് ആയിട്ടുള്ള പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ, 50 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള സം അഷ്യൂർഡ് ഉള്ള പോളിസിയാണെങ്കിൽ നമുക്ക് ഏത് റൂമും ചൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഈ പോളിസിയിൽ ലഭ്യമാണ്. അതുപോലെ ഈ പോളിസിയിൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് എല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു പോളിസിയാണിത്. ഇവരിതിൽ പറയുന്നത് സർജൻ, അനസ്തേഷ്യസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണർ, കൺസൾട്ടൻസ്, സ്പെഷ്യലിസ്റ്റിൻ്റെ ഫീസ്, അതുപോലെ തന്നെ അനസ്തേഷ്യ, ബ്ലഡ്, ഓക്സിജൻ, ഓപ്പറേഷൻ തിയേറ്റർ എന്നിങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, കോസ്റ്റ് ഓഫ് പേസ് മേക്കർ, സ്റ്റെൻറ്റ് ആൻഡ് സിമിലർ എക്സ്പെൻസസ്, ഇതെല്ലാം ഈ പോളിസി കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയർ ഇതിൽ കവേർഡാണ്. അതുപോലെ തന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കവേർഡാണ്. സ്പെസിഫൈഡ് ആയിട്ടൊരു 12 ടൈപ്സ് ഓഫ് മോഡേൺ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ് കമ്പനിയുടെ പ്രോസ്പെക്ടസിലുണ്ട്. അത് പ്രകാരമുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ഇതിൽ കവേർഡാണ്. അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ്, ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ, ഇതെല്ലാം ഇതിൽ കവേർഡാണ്. യോഗയും നാച്ചുറോപ്പതിയും ഈ ഒരു പോളിസി കവർ ചെയ്യുന്നില്ല. ഈ ഒരു പോളിസി പ്രകാരം കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നുണ്ട്. അത് കമ്പനി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലിസ്റ്റ് 1 പ്രകാരമുള്ള ഐറ്റംസ് ആണ് കവർ ചെയ്യുക. അതിലൊരു 68 ഐറ്റംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു പോളിസി പ്രകാരം കവർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ പോളിസിയിൽ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ഡേയ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പോളിസി നമുക്ക് കവർ ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ മാത്രമാണ്. 24 മണിക്കൂറെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലാണ് സാധാരണ ഈ പോളിസി നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു. ഉദാഹരണത്തിന് ഒരു വയറുവേദന വന്നു, നമ്മൾ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ ഒരു മരുന്ന് തന്നു, പറഞ്ഞു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, മാറിയില്ല, നമ്മൾ വീണ്ടും പോയി. ഇങ്ങനെ പലതവണ കാണിച്ചതിന് ശേഷമാണ് നമുക്കൊരു രോഗം സ്ഥിരീകരിക്കുകയും ഒരു അഡ്മിഷൻ വരികയും ചെയ്യുന്നതെങ്കിൽ, ഈ അഡ്മിഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിനു മുൻപ് 60 ദിവസം മുമ്പ് വരെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രീറ്റ്മെൻറ്റിൻ്റെ
കൺസൾട്ടിങ്ങിൻ്റെ ഫീസ്, ഫാർമസി, അതുപോലെ തന്നെ നമ്മൾ നടത്തിയ ടെസ്റ്റുകൾ, ഇതിൻ്റെ എല്ലാം ബില്ല് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് 60 ദിവസം മുമ്പ് വരെയുള്ള ബില്ലും ഡിസ്ചാർജ് ആയതിനു ശേഷം 6 മാസം വരെ തുടർ ചികിത്സ. ഒരു പക്ഷേ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞേക്കാം 1 മാസം കഴിയുമ്പോൾ വീണ്ടും വരണം, അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ വരണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ കണ്ടിന്യൂറ്റി ട്രീറ്റ്മെൻറ്റ് കുറച്ച് ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ വേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് 6 മാസം വരെയുള്ള തുടർ ചികിത്സ നമുക്ക് ഈ പോളിസി പ്രകാരം കവർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ്, ഓർഗൻ ഡോണറുടെ എക്സ്പെൻസ്, ഇതെല്ലാം ഈ പോളിസി കവർ ചെയ്യുന്നുണ്ട്. ഓർഗൻ ഡോണറുടെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അവയവം വേണ്ടി വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് തരുന്ന ആളെയും കൂടി ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സമ്മേഷയുടെ എത്രയാണോ അത് നമുക്കതിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഓർഗൻ തന്ന വ്യക്തിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സംഭവിക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു സമ്മേഷൻ കൂടി ഈ ഓർഗൻ ഡോണർക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ഫീച്ചറാണ്. അതുകൂടാതെ ഈ ഒരു പോളിസി പ്രകാരം സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിൽ ഗ്യാരണ്ടീഡ് ആയിട്ടാണ് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് കിട്ടാറുള്ളത്. സാധാരണ പോളിസികളിൽ ഒരു പക്ഷേ നമുക്ക് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ മാത്രമാണ് ഹെൽത്ത് ചെക്കപ്പ് നൽകിയിരുന്നതെങ്കിൽ ഈ ഒരു പോളിസിയിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഓരോ വർഷവും ഹെൽത്ത് ചെക്കപ്പ് കിട്ടുന്നുണ്ട്. അത് ഓരോ സമ്മർഷേഡ് അനുസരിച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിൽ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പിനായി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള തുകയിൽ വ്യത്യാസങ്ങളുണ്ട്. 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ഒരു ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ നമുക്ക് 1500 രൂപയുടെ ഹെൽത്ത് ചെക്കപ്പാണ് കിട്ടുക. അതേസമയം അതൊരു ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ 2500 രൂപയുടെ ഹെൽത്ത് ചെക്കപ്പാണ് കിട്ടുക. 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ 2000 രൂപയുടെയും ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ 5000 രൂപയുടെയും ഹെൽത്ത് ചെക്കപ്പാണ് കമ്പനി നമുക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്. അത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു പോളിസി പ്രകാരം ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് അവൈൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 15000 രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പാണ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് സമ്മേഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇത് വ്യത്യാസപ്പെടുന്നുണ്ട്. ആ ചാർട്ട് പ്രകാരം 15000 രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഈ പോളിസി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഈ പോളിസിയിൽ സാധാരണ പോളിസികളിലില്ലാത്ത ഒരു മികച്ച ഫീച്ചർ ഇതിലുള്ളത്, മറ്റ് പോളിസികളിലുണ്ടെങ്കിൽ സാധാരണ നിലയ്ക്ക് വളരെ ഉയർന്നൊരു പ്രീമിയം ഈടാക്കാറുണ്ട്. ഈ പോളിസിയിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഡെലിവറി എക്സ്പെൻസിന് നമുക്കതിന് വെയിറ്റ് പീരീഡ് ഉണ്ട്. പോളിസി എടുത്ത്, അതായത് ഭാര്യയും ഭർത്താവും പോളിസിയിൽ അംഗമായി 2 വർഷം പൂർത്തിയായതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു കവറേജ് ലഭിക്കുകയുള്ളൂ. 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് ഈ കപ്പിൾസ് എടുത്തിട്ടുള്ളത് എങ്കിൽ അവർക്ക് സം ഇൻഷുർഡിൻ്റെ 10%, അതായത് 1 ലക്ഷം രൂപയുടെ ഡെലിവറി എക്സ്പെൻസ് കവറേജ് ലഭിക്കുന്നതാണ്. ഇതിൽ പ്രീ ആൻഡ് പോസ്റ്റ് നാറ്റൽ കവറേജ് ലഭിക്കുന്നതാണ്. സാധാരണ പോളിസികളിൽ കണ്ടുവരാത്ത ഒരു ഫീച്ചറാണ് ഇത്. ഇൻബിൽറ്റാണ് ഈ പോളിസിയിൽ, നല്ലൊരു ഫീച്ചറാണ്. അതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നടത്തുന്ന ചില ശസ്ത്രക്രിയകളുണ്ട്. അതും ഈ പോളിസി പ്രകാരം കവർ ചെയ്യുന്നുണ്ട്. അതിനും നമുക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് ഉള്ളത്. 2 വർഷം പൂർത്തിയാൽ മാത്രമാണ് ഈ ഒരു കവറേജ് നമുക്ക് ലഭ്യമാവുക. അത് ഏതെല്ലാം തരത്തിലുള്ള സർജറിയാണ്, പ്രൊസീജിയേഴ്സാണ് ഇതിലുള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് അതിൻ്റെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നമുക്കിതിൽ ചർച്ച ചെയ്യാനുള്ള സമയമില്ല, അത് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ വന്ധ്യതാ ചികിത്സയ്ക്കുള്ള കവറേജും ഈ പോളിസി കൊടുക്കുന്നുണ്ട്. അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതിനും 2 വർഷത്തെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത വ്യക്തികൾക്ക് 1 ലക്ഷം രൂപയുടെ കവറേജാണ് ഇയർലി കൊടുക്കുക. 10 ലക്ഷം മുതലാണെങ്കിൽ 2 ലക്ഷം രൂപയുടെ കൊടുക്കുന്നുണ്ട്. 50 ലക്ഷത്തിന് മുകളിലുള്ള പോളിസി ആണെങ്കിൽ ഇയർലി 4 ലക്ഷം രൂപയുടെ കവറേജാണ് ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി കമ്പനി കൊടുക്കുന്നത്. ഇതിലെ ഏറ്റവും മികച്ച ഒരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ് ന്യൂ ബോൺ ബേബി കവറേജ്. പോളിസി എടുത്ത് 12 മാസം, 1 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ കവറേജ് ലഭ്യമാകുക. ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 12 months ആണ്. 12 മാസം പൂർത്തിയായതിനു ശേഷം ഒരു ന്യൂ ബോൺ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഡേ 1 മുതൽ ഫ്രീ കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് ഈ ഒരു പോളിസി 12 മാസത്തിന് ശേഷം കൊടുക്കുന്ന ഈ ഒരു കവറേജിൽ ഡേ 1 മുതലാണ് നമുക്ക് കവറേജ് കിട്ടുന്നത്. അതുകൂടാതെ നമുക്കിതിൽ എക്സ്ട്രാ പ്രീമിയം ഒന്നും കമ്പനി ചാർജ് ചെയ്യുന്നില്ല. നമുക്ക് കുട്ടീനെ പോളിസിയിൽ ആഡ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത റിന്യൂവൽ വരെ 2 ലക്ഷം രൂപയുടെ കവറേജാണ് 10 ലക്ഷം സമ്മേഷേഡ് ആയിട്ടുള്ള ഒരു പോളിസിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പോളിസിയിൽ കുട്ടീനെ ആഡ് ചെയ്താൽ നമ്മൾ സമ്മേഷേഡ് എത്രയാണോ അതുവരെയുള്ള കവറേജ് കിട്ടുന്നുണ്ട്. പോളിസിയിൽ ആഡ് ചെയ്യുന്നത് വരെ നമുക്ക് 2 ലക്ഷം രൂപയുടെ ഫ്രീ കവറേജാണ് കിട്ടുന്നത്.
ഇത് ജന്മന ഉള്ള അസുഖങ്ങളാണെങ്കിൽ ഈ 2 ലക്ഷം എന്നുള്ളത് പരിധിയില്ല, അത് നമ്മുടെ സം ഇൻഷുർഡ് വരെയാണ് കിട്ടുക. അതല്ല, ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള ഈ ഒരു ഫ്രീ കവറേജും നമുക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ ഒരു കവറേജോട് കൂടി ജനിക്കുന്ന കുട്ടികളെ യാതൊരു വിധത്തിലുള്ള അണ്ടർ റേറ്റിങ്ങും ഇല്ലാതെ കമ്പനി റിന്യൂവൽ ടൈമിൽ അല്ലെങ്കിൽ പോളിസിയിലേക്ക് ആഡ് ചെയ്യാൻ കമ്പനി നമുക്കൊരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഒന്നുകൂടി വിശദമായി പറയാം. നമുക്കൊരിക്കൽ മറ്റേതെങ്കിലും പോളിസികളോ അല്ലെങ്കിൽ ഈ കവറേജ് ഇല്ലാത്തതായ ഒരു സാഹചര്യമാണെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ കമ്പനിയെ അറിയിക്കുകയും അല്ലെങ്കിൽ ഒരു പോളിസിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഹെൽത്ത് ഹിസ്റ്ററി ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പോളിസി ഇഷ്യൂ ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഒരു മെഡിക്കൽ അണ്ടർ റൈറ്റിംഗ് ഇല്ലാതെ തരിക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് പോളിസി കിട്ടാനുള്ളൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതല്ല, നമുക്ക് ഈ ഒരു പോളിസി ഇല്ല, നമ്മൾ മറ്റൊരു പോളിസിയാണുള്ളത്, അതുമല്ലെങ്കിൽ പോളിസി ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ പുതിയൊരു പോളിസിയിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതുവരെയുള്ള നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററി നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും ആ സമയത്ത് എന്താണോ ഹെൽത്ത് നമ്മുടെ സ്റ്റാറ്റസ് അതിന് ചെക്ക് ചെയ്ത് അത് മെഡിക്കൽ ടീം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പോളിസി കിട്ടുക. ഇന്നത്തെ കാലം നമുക്കറിയാം, ഒരുപാട് ബർത്ത് ഇഷ്യൂസ് ഉള്ള ഒരു കാലഘട്ടമാണിത്. അതിൻ്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടുന്ന കണക്കുകളാണ്. ഹെർട്ട് ഇഷ്യൂ മാത്രമായിട്ട് നല്ലൊരു ശതമാനം, അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളുടെ ഹൃദയത്തിൽ സുഷിരം വരിക. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പോളിസി കിട്ടാത്ത ഒരു സാഹചര്യം വരും. അത് ഒഴിവാക്കാൻ കുട്ടികൾക്ക് ഡേ ഫസ്റ്റ് മുതൽ കവറേജ് കിട്ടാൻ ഈ ഒരു പോളിസി നിർബന്ധമായും എടുത്തു വയ്ക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏറ്റവും നല്ലൊരു പോളിസിയാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ചെറിയൊരു പ്രീമിയമാണ് നമുക്ക് ഈ കമ്പനി ഈ ഒരു പോളിസിക്ക് ഈടാക്കുന്നുള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ചെക്കപ്പും അതുപോലെ തന്നെ ഈ ഒരു ഡെലിവറിയുടെ എക്സ്പെൻസ് കവറേജ്, ന്യൂ ബോണിൻ്റെ കവറേജ്, ഇതെല്ലാം കിട്ടുന്ന ഒരു പോളിസിയാണ്. ഏറ്റവും മികച്ചൊരു ഫീച്ചറാണ്. ഇതെല്ലാവരും മാക്സിമം മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ പോളിസിയിലുള്ള മറ്റു കുറച്ച് ഫീച്ചറുകളുണ്ട്. നമുക്ക് കമ്പാഷനേറ്റ് ട്രാവൽ ഉണ്ട്. നമ്മൾ അകലങ്ങളിലായിരിക്കുന്ന ഒരു വേളയിൽ അല്ലെങ്കിൽ വീടിൽ നിന്നും അകലെ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ, ഒരു എമർജൻസി വരുന്നതെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിന് നമ്മുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാഷ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുവാനുള്ള ഒരു എമൗണ്ട്, അതാണ് കമ്പാഷനേറ്റ് ട്രാവൽ വിസിറ്റ്. ആ ഒരു ഫെസിലിറ്റിയും ഈ കമ്പനി ഈ ഒരു പോളിസി പ്രകാരം നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്, ഇൻബിൽറ്റ് ആണ് ഇതെല്ലാം. അതുകൂടാതെ റീപാട്രിയേഷൻ ഓഫ് മോർട്ടൽ റിമൈൻസ്, അതൊരു 15,000 രൂപയെ ഈ പോളിസിയിൽ അഷ്വർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പല കവറേജുകൾ ഇതിലുണ്ട്. പിന്നെ ഷെയർഡ് അക്കോമഡേഷൻ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ നമുക്ക് ഈ ഒരു പോളിസി പ്രകാരം കിട്ടുന്നുണ്ട്. അത് കമ്പനിയുടെ ഒരു പാനലുണ്ട്, മെഡിക്കൽ ടീം, അവരെ നമുക്ക് ഇമെയിൽ മുഖാന്തരമോ കൊറിയറായിട്ടോ നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ അയച്ചു കൊടുത്ത് അവരിൽ നിന്നൊരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് ഈ ഒരു പോളിസി പ്രകാരം ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതൊരു 12 അസുഖങ്ങളാണ്, പ്രൊസീജിയേഴ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് ക്യുമുലേറ്റീവ് ബോണസ്, ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷങ്ങളിലും നമുക്ക് സം ഇൻഷുർഡിന് 25% ബോണസായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ഒരു വ്യക്തിക്ക് ക്ലെയിം ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ 2 ലക്ഷം രൂപ 20% ആഡായി ലഭിക്കുന്നതാണ്. അങ്ങനെ 12 ലക്ഷം രൂപയുടെ കവറേജായിട്ട് അത് മാറും. അങ്ങനെ ഓരോ ക്ലെയിം ഫ്രീ വർഷങ്ങളിലും, ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിലും 25% നമുക്ക് ബോണസ് ആഡ് ആവും, മാക്സിമം 100% ആകുന്നത് വരെ. ഇതിൽ ഈ ഒരു പോളിസിയുടെ ഏറ്റവും മികച്ച മറ്റൊരു സ്കീം അല്ലെങ്കിൽ ഒരു കവറേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷനാണ്. അത് സം ഇൻഷുർഡിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പോളിസി എടുത്ത് ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത ഒരു വ്യക്തി, നമ്മൾ പോളിസി എടുത്തു, ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുന്ന സമയത്ത് നമുക്ക് വന്ന ക്ലെയിം, നമുക്ക് മാക്സിമം കിട്ടാവുന്ന ക്ലെയിം എന്ന് പറയുന്നത് സം ഇൻഷുർഡാണ്, 10 ലക്ഷം രൂപയാണ്. നമ്മൾ എത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ ആ ഉപയോഗിച്ച എമൗണ്ട്, ഇപ്പോൾ 5 ലക്ഷം രൂപ ഉപയോഗിച്ചു, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കമ്പനി നമ്മൾ ഈ ഉപയോഗിച്ച എമൗണ്ട് കമ്പനി അതിലേക്ക് റീസ്റ്റോർ ചെയ്യും. അങ്ങനെ നമ്മൾ അടുത്ത തവണ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് വീണ്ടും അവിടെ 10 ലക്ഷം ഉണ്ടാവും. ഇങ്ങനെ ഒരു പോളിസിയുടെ കാലാവധി ഒരു വർഷത്തിനുള്ളിൽ അൺലിമിറ്റഡ് ടൈംസ് ഇത് റീസ്റ്റോർ ചെയ്യും. അതായത് നമ്മൾ ഓരോ തവണയും ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് 10 ലക്ഷം രൂപയുടെ ഈ സം ഇൻഷുർഡ് എന്താണോ അത് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന എമൗണ്ട് നമ്മുടെ സം ഇൻഷുർഡ് ആയിരിക്കും. അതിൽ കൂടുതൽ നമുക്ക് ഒരു തവണ ഒരു കേസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല.
അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇതൊരു എക്സലൻറ്റ് ഫീച്ചറാണ്. നമുക്കത് സെയിം അസുഖത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അസുഖത്തിന് വേണ്ടിയോ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് ഏത് അസുഖത്തിനും ഇത് യൂസ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു പോളിസിയിൽ ഒരു കോ പേയ്മെൻറ്റ് ഓപ്ഷനുണ്ട്. അതായത് 61 വയസ്സോ അതിന് മുകളിലോ ആണ് നമ്മൾ പോളിസിയിൽ ജോയിൻ ചെയ്യുന്ന പ്രായമെങ്കിൽ 10% കോ പേയ്മെൻറ്റ് ബാധകമാണ്. അതായത് 60 വയസ്സ് 61 അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ പോളിസി എടുത്തതിന് ശേഷം ഒരു ക്ലെയിമുമായി ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ക്ലെയിമബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ 1 ലക്ഷമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ 10%, അതായത് 10,000 രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. 90% മാത്രമാണ് കമ്പനി തരത്തുള്ളൂ. അങ്ങനെ ഒരു ക്ലോസ് ഇതിലുണ്ട്. അത് പോളിസി എടുക്കുന്ന സമയത്ത് 61 വയസ്സോ അതിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ബാധിക്കുക. 55 വയസ്സിലോ അല്ലെങ്കിൽ 60 വയസ്സിലോ അതിന് മുൻപ് പോളിസി എടുത്ത് റിന്യൂ ചെയ്ത് 61 65 ആയാലും ഇത് നമ്മളെ ബാധിക്കുന്നതല്ല. പോളിസി എടുക്കുന്ന സമയത്ത് 61 അതിൽ കൂടുതലാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ബാധകമാണ്. അതുപോലെ ഈ പോളിസിയിൽ ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് 50,000 രൂപയും 1 ലക്ഷം രൂപ, ഇങ്ങനെ 2 ഓപ്ഷനാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. 50,000 രൂപയുടെ ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പോളിസി വർഷത്തിൽ ആദ്യം വരുന്ന, നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത്, 50,000 എങ്കിൽ 50,000, 1 ലക്ഷം എങ്കിൽ 1 ലക്ഷം, ആദ്യം വരുന്ന ഈ ഒരു 50,000 രൂപ കമ്പനി പേ ചെയ്യില്ല, അത് നമ്മൾ സ്വന്തം വഹിക്കണം. ഈ ഒരു കണ്ടീഷനാണ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത്. അത് ഒറ്റ ഹോസ്പിറ്റലൈസേഷൻ ആവണമെന്നില്ല, പല തവണയായിട്ടാകാം. ഫ്ലോട്ടർ പോളിസി ആയിരുന്നെങ്കിൽ പല മെമ്പേഴ്സിന് കൂടിയിട്ടാകാം. എങ്ങനെയായാലും ആദ്യം വരുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ ഏറ്റെടുക്കാമെന്ന് പറയുകയാണെങ്കിൽ, അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോളിസിയുടെ പ്രീമിയത്തിൽ ഒരു 45% ഡിസ്കൗണ്ട് കിട്ടും. അത് സമ്മഷേഡിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 20 ലക്ഷം വരെയുള്ള പോളിസികൾക്കാണെങ്കിൽ 50,000 ഡിഡക്റ്റബിൾ, 45% ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ 1 ലക്ഷമാണ് നമ്മൾ ഡിഡക്റ്റബിൾ ആയിട്ട് വയ്ക്കുന്നതെങ്കിൽ 55% ഡിസ്കൗണ്ട് നമുക്ക് പ്രീമിയത്തിൽ കിട്ടുന്നതാണ്. 20 ലക്ഷത്തിന് മുകളിലുള്ള പോളിസികളിലാണെങ്കിൽ 50,000 ഡിഡക്റ്റബിളിന് 35%, 1 ലക്ഷം ഡിഡക്റ്റബിളിന് 50% ഡിസ്കൗണ്ട് ഈ ഒരു പോളിസി മുഖാന്തരം നമുക്ക് കിട്ടുന്നതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ് പോളിസിയുടെ പ്രോസ്പെക്ടസ് പ്രകാരം നമുക്കുള്ള, അല്ലെങ്കിൽ ഈ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഈ പോളിസി നമ്മൾ സാധാരണയായി നമ്മളൊരാൾ ഇവിടെ പോളിസിയെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേ സംശയങ്ങൾ, അതാണ് നമുക്കിനി ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പോളിസി എടുക്കുന്നത് ആർക്കൊക്കെ എടുക്കാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമുക്ക് ഫ്ലോട്ടർ പോളിസി ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഹസ്ബൻഡ്, വൈഫ്, 3 കുട്ടികൾ വരെ ഈ പോളിസിയിൽ ആഡ് ചെയ്യാം. പിന്നെ പാരൻസ് ഇൻ ലോയും അതുപോലെ തന്നെ പാരൻസിനെയും പാരൻസ് ലോയിനെയും ഈ പോളിസിയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാതാപിതാക്കളെയും ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ ഓരോ വ്യക്തികളെയും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഏജിനനുസരിച്ച് സമ്മഷേഡിനനുസരിച്ച് പ്രീമിയത്തിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഈ പോളിസിയിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ചെക്കപ്പ് കമ്പനി ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെല്ലാവർക്കും പാരൻസിനുള്ള പോളിസി നമ്മൾ സെപ്പറേറ്റ് ആണ് സജസ്റ്റ് ചെയ്യാറ്. വേറൊന്നുമല്ല, നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ ഒരു ഫ്ലോട്ടർ പോളിസി എടുത്തു. ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ പാരൻസിനും കൂടി പോളിസി വേണം. നമ്മളെല്ലാവർക്കും ഒന്നിച്ചെടുക്കുമ്പോൾ വരുന്ന പ്രീമിയവും സെപ്പറേറ്റ് എടുക്കുന്ന പ്രീമിയവും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. അപ്പോൾ 2 പോളിസി ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് 2 ഹെൽത്ത് ചെക്കപ്പ് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് സെപ്പറേറ്റ് പോളിസിയാണ് നമ്മൾ ഭൂരിഭാഗം സജസ്റ്റ് ചെയ്യാറ്. ഈ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഡേ മുതൽ ആക്സിഡൻ്റൽ കവറേജുകൾ സ്റ്റാർട്ട് ചെയ്യും. അപകടം മൂലമുണ്ടാകുന്ന കവറേജ് വേറെ വെയിറ്റിംഗ് പീരീഡുകളൊന്നുമില്ലാതെ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അസുഖങ്ങൾ മൂലമുള്ള കവറേജ് നമുക്ക് 30 ഡേയ്സിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുക. 30 ദിവസം കഴിഞ്ഞാലാണ് അസുഖങ്ങൾ മൂലം നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയാൽ നമുക്ക് അതിന് ക്ലെയിം കിട്ടുക. ഇതിൽ സ്പെസിഫിക് ഡിസീസ് നമുക്ക് IRDAയുടെ റൂൾ പ്രകാരം എല്ലാ പോളിസികളിലും തന്നെയുള്ള ഒരു ലിസ്റ്റാണ്. ഈ സ്പെസിഫിക് ഡിസീസിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അതിലുള്ള അസുഖങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഈ ഒരു പോളിസി പ്രകാരം 2 വർഷം, ഇത് നമുക്ക് 2 വർഷം പൂർത്തിയാൽ മാത്രമാണ് നമുക്കതിന് ക്ലെയിം കിട്ടുക. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം. മൈഗ്രെയിൻ, അതുപോലെ തന്നെ അവയവം മാറ്റിവെക്കൽ, ലിഗ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ്, ജോയിൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, ഹെർണിയ, പൈൽസ്, യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതുകൂടാതെ നമുക്ക് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ BP, കൊളസ്ട്രോള്, ഷുഗർ,
അതുമല്ല മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ് ഈ പോളിസിയിൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ്. അതായത് നിലവിലുള്ള രോഗങ്ങൾക്ക് 3 വർഷത്തേക്ക് നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. നമ്മൾ ലോങ് ടൈം പോളിസി, അതായത് നമുക്ക് ഈ ഒരു പ്ലാനിൽ ഞാൻ പറഞ്ഞു 3 വർഷം വരെ ഒന്നിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലോങ് ടൈം പോളിസി എന്ന് പറയുക. അങ്ങനെ 3 വർഷത്തെ പോളിസി നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് 2.5 വർഷമായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 36 മാസത്തിന് പകരം 30 മാസം വെയിറ്റ് ചെയ്താൽ മതി നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടും. പിന്നെ ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിലുള്ള രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ്, അതായത് എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ്, ഇപ്പം നിങ്ങൾക്ക് 30 or 36 എത്രയോ മാസമാകട്ടെ, ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് BP ഉള്ള ഒരാളാണ്, BP മാത്രമല്ല ആ വെയിറ്റിംഗ് പീരീഡ് വരിക, BP അതിൻ്റെ ഡയറക്റ്റ് കോംപ്ലിക്കേഷനും ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ്. ഇപ്പോൾ BP ഉള്ള ഒരാൾക്ക് ഒരു സ്ട്രോക്ക് വരികയാണ്, ഈ സ്ട്രോക്കിൻ്റെ റീസൺ എന്ന് പറയുന്നത് BP ആണ് എന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്താൽ ആ ഒരു സ്ട്രോക്കും നമുക്ക് ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡിലാണെങ്കിൽ നമുക്ക് കവർ ചെയ്യില്ല. അതേസമയം അതിൻ്റെ റീസൺ BP അല്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്താണോ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡിലുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അസുഖം, അതും അതിൻ്റെ ഡയറക്റ്റ് കോംപ്ലിക്കേഷനുമാണ് നമുക്ക് ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്തത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പല ആളുകൾക്കൊരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോൾ BP എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് BPക്ക് ഇടയ്ക്കൊരു ഗുളിക, ചെറിയ ടാബ്ലറ്റ്സ് ആവശ്യമായിട്ട് വരുന്ന സാധാരണ ആളുകൾ ഉപയോഗിക്കാറ്. അതല്ലേ കിട്ടാത്തതുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആവുന്നില്ല, പോയി കൺസൾട്ട് ചെയ്യുന്നു, മേടിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിലും കവർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത് ചോദിക്കാൻ ശരിയാണ്. നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നോർമലി സംഭവിക്കുക. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ക്ലെയിം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരോടും എത്രയും നേരത്തെ നമ്മൾ പോളിസി എടുത്തു വയ്ക്കാൻ പറയുന്നത്. നമുക്ക് BP ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നോ വെയിറ്റിംഗ് പീരീഡാണ്, നമുക്ക് പോളിസി എടുക്കുന്നു, 30 ഡേയ്സിന് ശേഷം ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് കവറേജ് കിട്ടും. അതേസമയം നമുക്ക് നിലവിലൊരു അസുഖം വന്നു പോയാൽ പിന്നീട് ഇത്തരത്തിലുള്ള വെയിറ്റിംഗ് പീരീഡുകൾ നമുക്ക് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും നേരത്തെ തന്നെ പോളിസി എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡായ 30 ഡേയ്സ് ഉണ്ട്. അത് അപകടങ്ങൾ മൂലമുള്ള ക്ലെയിമിന് ഇത് ബാധകമല്ല. സ്പെസിഫിക് ഡിസീസ് നമുക്ക് 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. നിലവിലുള്ള രോഗങ്ങൾക്ക് 2.5 അല്ലെങ്കിൽ 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത്. ഇനി സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇന്നത്തെ കാലത്ത് ഈ പോളിസി എടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പോളിസികളും നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ പ്രൊപ്പോസൽ ഫോം ഫില്ല് ചെയ്യും. ഇത് കമ്പനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇമെയിലോട്ടോ അല്ലെങ്കിൽ മൊബൈലിലോട്ടോ ഇത് അയച്ചു തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ മൊബൈലിലോട്ട് അല്ലെങ്കിൽ ഇമെയിലോട്ട് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ പോളിസി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിഷനാണ് അവിടെ കംപ്ലീഷൻ ആവുക. അതിനുശേഷം പേയ്മെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് പോളിസി കംപ്ലീറ്റ് ആവുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെയുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഗൂഗിൾ പേ അടക്കം. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്യാറ്. എന്തുകൊണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ ഈ സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ ഇൻഷുറൻസ് പോളിസി എടുക്കണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് എടുത്തു പറയാനുള്ളതാണ്. ഒന്നാമത്തെ കാരണം, പ്രത്യേകിച്ച് ഞാൻ ഈ പോളിസി മാക്സിമം ആളുകൾ ചെറുപ്പക്കാരോടാണ് എടുക്കാൻ പറയുന്നത്. അതായത് നമുക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഈ പോളിസി എത്രയും നേരത്തെ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഗുണമുള്ള ഏറ്റവും നല്ലൊരു പ്ലാനാണിത്. ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇതിൽ ഏറ്റവും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു പ്ലാനാണ്. ഇത് പറയാനുള്ള പ്രത്യേക കുറച്ച് കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ന്യൂ ബോണിൻ്റെ കവറേജാണ്. 1 വർഷമാണ് അതിന് വെയിറ്റിംഗ് പീരീഡ്. ഞാൻ പറഞ്ഞു, കുട്ടി നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം, എന്തെങ്കിലും ബർത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഭീമമായൊരു തുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. നമുക്കത് പറയാൻ പോലും പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ ഈ ഒരു പോളിസി നമ്മളെ സഹായിക്കും. സാധാരണ പോളിസികളിൽ ഈ ഒരു കവറേജ് കിട്ടാറില്ല. ഇതിൽ നല്ലൊരു ഫീച്ചറായിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. ഇതുകൂടാതെ ഇന്നത്തെ കാലത്ത് ജന്മന അസുഖങ്ങൾ, അതായത് ബർത്ത് ഡിഫക്റ്റുമായി ഒരുപാട് കുട്ടികളുണ്ട്.
ഇങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് പോളിസി കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കേസുകൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഈ ഒരു പോളിസി എടുത്തു വെച്ചാൽ സാധിക്കും. കാരണം ഇവർ പറയുന്നത്, ഈ പോളിസിയുടെ ടേംസിൽ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ അണ്ടർറൈറ്റിംഗ് ഇല്ലാതെ കുട്ടീനെ പോളിസിയിൽ ആഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ തന്നെ എൻ്റെ തന്നെ കസ്റ്റമേഴ്സിന് ഈ ഒരു ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു ഫീച്ചർ ഏറ്റവും മികച്ചൊരു ഫീച്ചറായിട്ടാണ് എനിക്കിതിൽ തോന്നിയത്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെലിവറിയുടെ എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് 1-2 ഇയറാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. സമ്മർഷയുടെ 10% ഡെലിവറി എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇതും മികച്ച ഒരു ഫീച്ചറാണ്. ഇനി ഇത് എങ്ങനെ ഒരു ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഒരു ന്യൂലി വെഡഡ് സ്പൗസ് കപ്പിൾസിന് ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് കൂടി പറയാം. ഈ ഒരു പദ്ധതിയിൽ, ഈ ഒരു സ്കീമിൽ പ്രീമിയം നമുക്ക് സോൺ ബേസ്ഡ് ആണ്. സോൺ സിയിലുള്ള 35 വയസ്സിൽ താഴെയുള്ള ഒരു ഭാര്യയും ഭർത്താവ് ഈ പോളിസിയിൽ അംഗമാകുന്നു എന്നിരിക്കട്ടെ. അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു വർഷത്തേക്ക് വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് GST ഇല്ലാതെ പറയുകയാണെങ്കിൽ ഒരു 14,000-ഓളം രൂപയാണ് വരിക. ഈ 14,000-ഓളം രൂപയിൽ 5,000 രൂപ കമ്പനി നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അത് നമ്മൾക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇത് അവൈൽ ചെയ്യാം എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഗ്യാരണ്ടീഡ് ഹെൽത്ത് ചെക്കപ്പാണ്. ഈ 14,000 രൂപയിൽ നിന്ന് 5,000 പോയി കഴിഞ്ഞാൽ നമുക്ക് 9,000 രൂപയാണ്, 9,000 റുപ്പീസാണ് നമുക്ക് ഒരു വർഷത്തെ പ്രീമിയം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഡെലിവറിയുടെ ബെനിഫിറ്റ് കിട്ടാനായിട്ട് നമുക്ക് 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. അതായത് നമ്മൾ 3 വർഷത്തെ പ്രീമിയം അടച്ചതിന് ശേഷം അടച്ചു കഴിയുമ്പോഴാണ് നമുക്കിത് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 വർഷത്തെ പ്രീമിയം അടയ്ക്കുമ്പോൾ നമ്മളാകെ 27,000 രൂപ ഇതൊക്കെയാണ് നമ്മൾ അടയ്ക്കുക. GST അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞ് GST കഴിഞ്ഞ് വരുന്ന നെറ്റ് പ്രീമിയമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കപ്പിൾസിന് ഇതുവരെയുള്ള എല്ലാ കവറേജ് കിട്ടുന്നതോടൊപ്പം ന്യൂ ബോണിൻ്റെ കവറേജ് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുകൂടാതെ ഡെലിവറിക്ക് 1,00,000 രൂപ വരെയുള്ള എക്സ്പെൻസും കമ്പനി കവർ ചെയ്യുന്നുണ്ട്. 27,000 രൂപ മാത്രം നമ്മൾ മുടക്കിയിട്ടുള്ളൂ. നമുക്ക് ഇത്രയും വലിയൊരു ഫീച്ചറാണ് കമ്പനി ഈ ഒരു പോളിസിയിൽ തരുന്നത്. ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയണമെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ മറ്റ് പ്ലാനുകളുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ, അതിൽ ഓപ്ഷണൽ കവറായിട്ട് വരുന്ന ഈ ഒരു ഫീച്ചർ ആഡ് ചെയ്യുമ്പോൾ 24,000 രൂപയാണ് കമ്പനി എക്സ്ട്രാ പ്രീമിയം ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ കൃത്യമായി അറിയുക. ഈ ഒരു പദ്ധതിയിൽ, ഈ ഒരു സ്കീമിൽ അല്ലെങ്കിൽ ഈ ഒരു അഷ്വർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫീച്ചർ അത്രയ്ക്കും മികച്ചതാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഇത് ആദ്യം നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ മറ്റ് പോളിസികളിൽ ഇതിന് ചാർജ് ചെയ്യുന്ന പ്രീമിയം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇതുവരെ എടുത്തിട്ടില്ലാത്ത ചെറുപ്പക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഡെലിവറി പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഉചിതമായി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ എല്ലാവർക്കും ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും യോജിച്ചതാണ്. കാരണം നമുക്കറിയാലോ, ഇൻഷുറൻസ് അത്രയും അത്യാവശ്യമാണ്. ഇതിൽ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഏജിലുള്ളവർക്കും നമുക്ക്, അല്ലെങ്കിൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നമുക്ക് പലതരത്തിലുള്ള ക്ലെയിമുകൾ വരുമ്പോഴും ഇത് യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിൽ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ, ഈ ഒരു സ്കീമിൽ ഇപ്പോൾ വളരെ ഈ ഒരു പ്രീമിയം റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ 10% മാത്രമാണ് ഇതിൽ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഏജ് 61 മുകളിൽ പ്രായമായ ആളുകൾ പോളിസി എടുക്കുമ്പോൾ വരുന്ന കോപേയ്മെൻറ്റ് ഈ ഒരു സ്കീമിൽ 10% ഉള്ളൂ. മറ്റ് പല സ്കീമുകളിലും വളരെ കൂടുതലാണ് ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 20%, ചില പോളിസികളിൽ 30% ഒക്കെയാണ്. അപ്പോൾ നമുക്ക് 10% മാത്രം കോപേയ്മെൻറ്റ് കൊടുത്ത് ഇത്രയും കുറഞ്ഞ പ്രീമിയത്തിൽ കിട്ടുന്ന ഒരു പ്ലാൻ ഈ അഷ്വറാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റേജിലുള്ളവർക്കും ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചത് ഈ ഒരു പ്ലാനിനെ കുറിച്ച് മാത്രമാണ്. പലതരത്തിലുള്ള പ്ലാനുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹൃദ്രോഗം അല്ലെങ്കിൽ ഹെഡ് സംബന്ധമായ ഇഷ്യൂ ഉള്ള ആൾക്ക് കാർഡിയാക് കെയർ പോളിസികളുണ്ട്, ഡയബറ്റിക് പേഷ്യൻസിനുള്ള പോളിസികളുണ്ട്. ഇപ്പോൾ പുതിയതായി വന്ന പോളിസികൾ നമുക്ക് ഇത്തരം വെയിറ്റ് പീരീഡുകൾ കുറച്ചുകൊണ്ട് പോളിസി എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഓരോ ആളുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പോളിസികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അപ്പം ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ ഏജ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ഓരോരുത്തർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.